കാല് കുത്തിയില്ല, ഇടയിലെ ഒരു കമ്പിക്ക് പോലും അനക്കം തട്ടിയില്ല. ഒറ്റപ്പാലം സ്വദേശിനി ആര്യ സുഖസുന്ദരമായി ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിച്ചു. അതും 350cc റോയൽ എൻഫീൽഡ് ഹണ്ടർ ഉപയോഗിച്ച്. ഭാരം കുറഞ്ഞ വാഹനത്തിൽ എട്ടെടുക്കുന്നത് പോലെയല്ല, കുറച്ച് പണിപ്പെടാനുണ്ട്. ഭാരം താങ്ങി വളയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആളും വാഹനവും നിലത്ത് കിടക്കും. അച്ഛൻ രാജേഷ് ബുള്ളറ്റ് ഓടിക്കുന്നത് കണ്ടാണ് ആര്യയും ബുള്ളറ്റിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ദിവസത്തെ കഷ്ടപ്പാടാണ്. കുറേ ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവസാനം എൻഫീൽഡിൽ തന്നെ അവിടെ എട്ടിടാൻ പറ്റിയത്. കഴിഞ്ഞ ഡിസംബറിൽ ബുള്ളറ്റ് ഉപയോഗിച്ച് എട്ടെടുക്കാൻ നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവർക്ക് പരാജയം അടുത്ത ശ്രമത്തിനുള്ള ഊർജം മാത്രമാണ്. അവൾ വീണ്ടും പരിശീലിച്ചു. ബുള്ളറ്റ് ഓടിച്ച് തന്നെ അവൾ ഇന്ത്യയിൽ എവിടെയും ഇരുചക്രവാഹനം ഓടിക്കാനുള്ള ലൈസൻസ് നേടി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗൂഗിളുണ്ട് നമുക്കിപ്പം. ഗൂഗിളെ എല്ലാവരും എളുപ്പ വഴി അല്ലെങ്കിൽ പെട്ടെന്ന് ഇന്ന് കിട്ടാനുള്ള വഴികൾ നോക്കുമ്പോഴാണ് ബുള്ളറ്റിൽ തന്നെ ലൈസൻസ് എടുക്കണമെന്നൊരു പെൺകുട്ടിയുടെ ഒരു നിശ്ചയദാർഢ്യം അത് വിജയത്തിലെത്തുന്നത്, അല്ലേ? ആദ്യം ഇത് നമ്മുടെ അടുത്ത് പറയുന്നത് നമ്മുടെ അവിടുത്തെ ഒറ്റപ്പാലത്തെ പ്രാദേശിക ലേഖകൻ നമ്മുടെ സുഹൃത്തുമായ ഷെരീഫാണ്. അപ്പോൾ ഷെരീഫ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കാര്യമുണ്ട്, ഒരു പെൺകുട്ടി എട്ടെടുക്കുന്നു ബുള്ളറ്റിൽ നിന്നാണ്. ഞാൻ പെട്ടെന്ന് ആലോചിച്ച് എങ്ങനെ എങ്ങനെയാണ് ബുള്ളറ്റിൽ എടുക്കുക? കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. കാരണം നമ്മൾ സാധാരണ ഭാരം കുറഞ്ഞ വാഹനത്തിലൊക്കെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ കണ്ടിട്ടുള്ളത്. അത് തന്നെ പലരും കാലുകുത്താറുണ്ട്, വീഴാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കാറിൽ എച്ചെടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ടൂ വീലറിൽ എട്ടെടുക്കുന്നത്, ഭാരം കുറഞ്ഞ വാഹനത്തിൽ തന്നെ. അപ്പോൾ ഈ പെൺകുട്ടി 350cc ഉള്ള ഒരു ബുള്ളറ്റിൽ ഇങ്ങനെ എട്ടെടുക്കുന്നു. അത് വളരെ രസമായിട്ട് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാതെ അവൾ എടുക്കുന്നുള്ളതാണ്. അപ്പോൾ തന്നെ എനിക്ക് ഇതിലൊരു കൗതുകം തോന്നി. ഈ ഒരു വാർത്തയിൽ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു കൗതുകം തോന്നി. കാരണം വളരെ സുഖസുന്ദരമായിട്ട് ആര്യ ഇങ്ങനെ ബുള്ളറ്റിൽ എട്ടെടുക്കുകയാണ്. അവൾ സ്ഥിരം അല്ലെങ്കിൽ അച്ഛൻ ബുള്ളറ്റ് ഓടിക്കുന്ന കണ്ട് അതിനോടൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. ലേണേഴ്സ് കിട്ടിയതിന് ശേഷം ബുള്ളറ്റ് ഓടിച്ച് പരിശീലിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആ പെൺകുട്ടിക്ക് ഒരു ബുള്ളറ്റിൽ തന്നെ ഇത് എട്ടെടുക്കണം എന്നുള്ളൊരു വാശി ഉള്ളിലുണ്ടായിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിനൊരു ശ്രമം നടത്തി. ആദ്യമായിട്ട് ഈ ബുള്ളറ്റിൽ എട്ടെടുക്കാൻ ശ്രമം നടത്തി. പക്ഷെ അന്ന് പരാജയപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും പരാജയപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും അടുത്തൊരു അറ്റംപ്റ്റിൽ എന്നാൽ എളുപ്പത്തിൽ തന്നെ എട്ടെടുക്കാവുന്ന രീതിയിലേക്ക് പോവാം എന്നാണ്. പക്ഷേ ആദ്യം പരാജയപ്പെട്ടത് മറ്റൊന്നും കൊണ്ടല്ല, 350cc വലിയൊരു വാഹനമാണ്, ബുള്ളറ്റാണ്. അത് വെച്ചാണ് എട്ടെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ വളഞ്ഞു വരണമെങ്കിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വീഴുകയൊക്കെ ചെയ്യും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ബുള്ളറ്റിൽ ഇതെടുക്കാൻ. അപ്പോൾ അവൾക്ക് അതൊരു വാശിയായി. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ കൂടുതൽ വാശിയായി. എന്തായാലും ഇതിലെടുക്കൂ എന്നുള്ളൊരു വാശിയിൽ പിന്നെയും പരിശീലിച്ച് അവസാനം അവളത് നേടി. അവൾ കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി, ലൈസൻസ് കിട്ടി. രാജ്യത്ത് എവിടെയും ടൂ വീലർ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട്, കാർ ലൈസൻസ് ഉണ്ട്. അങ്ങനെ ബുള്ളറ്റ് ഓടിച്ച് തന്നെ അത് നേടി. അപ്പോൾ ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമുക്ക് സാധാരണ ഒരു കാര്യത്തെ എല്ലാവരും ചെയ്യുന്നതിന് വ്യത്യസ്തമായി ചലഞ്ചിങ് ആയി ചെയ്യുക എന്നുള്ളത് അത് ആ പെൺകുട്ടിയുടെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ബുള്ളറ്റ് വെച്ച് എട്ടെടുക്കുന്ന പെൺകുട്ടിയൊക്കെ എന്തായാലും വളരെ സുഖസുന്ദരമായിട്ട് സാധാരണ ഭാരം കുറഞ്ഞൊരു വാഹനത്തിൽ എട്ടെടുക്കാൻ പറ്റും. പക്ഷെ അതിന് മിടുക്കിക്ക് ആശംസകൾ. ബുള്ളറ്റിൽ ഇന്ത്യക്കൊന്ന് ചുറ്റി കറങ്ങി അല്ലേ, അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടി ഒരുപക്ഷെ ആര്യയുടെ മനസ്സിലൊക്കെ ഉണ്ടാവും തോന്നുന്നു. ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുമാണ്. അപ്പോൾ ഒരുപക്ഷെ പിന്നീട് നമുക്ക് അത്തരം വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാം. ശരി ഗോകുൽ.